ചില മണ്ഡലങ്ങൾ ചില സ്ഥാനാർത്ഥികളെ കൊണ്ട് ചിരസ്മരണീയമായി മാറും. അത്തരം മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ. ഇവിടുത്തെ ആദ്യ ജനപ്രതിനിധി AR മേനോൻ എന്ന അമ്പാട്ട് രാവുണ്ണി മേനോനായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച അദ്ദേഹമാണ് നമ്മുടെ ആദ്യ മന്ത്രിസഭയിലെ, അതായത് EMS മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രി. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു എന്നല്ല, ഇംഗ്ലണ്ടിലൊക്കെ പഠിച്ച് അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പിന്നീട് തൃശ്ശൂരിൽ പ്രാക്ടീസ് ചെയ്ത പ്രഗത്ഭനായ ഡോക്ടറായിരുന്നു. അതാണ് EMSൻ്റെ ഒരു മികവും. തൃശ്ശൂർ കലാപം ഉണ്ടാകുന്ന കാലത്താണ് AR മേനോൻ ശരിക്കും പേരെടുക്കുന്നത്. തൃശ്ശൂരിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലായിരുന്നു കലാപം. 1921 അത് നടന്നത്. അവർ പരസ്പരം കടകൾ തല്ലി തകർക്കുകയും പോരടിക്കുകയും ചെയ്തു. തൃശ്ശൂരിൽ അന്ന് ക്രിസ്ത്യാനികൾക്കായിരുന്നു മുൻതൂക്കം. തൃശ്ശൂർ കലാപത്തിൽ ഹിന്ദുക്കൾക്കാണ് വലിയ വീഴ്ച പറ്റിയത്. അക്കാലത്ത് മലബാറിൽ നിന്ന് മാപ്പിളമാരെ ഇറക്കിയാണ് AR മേനോൻ ഇരു കൂട്ടർക്കും സംരക്ഷണം ഒരുക്കിയിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെല്ലാം ഒരുപോലെ പ്രിയങ്കരനാകുന്നത്. പിന്നെ ഇത് പ്രഗത്ഭനായ പ്രതിഭാധനനായ ജോസഫ് മുണ്ടശ്ശേരിയുടെ മണ്ഡലമായി. CPIക്കാരനായിരുന്ന അദ്ദേഹവും തൃശ്ശൂരിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. ആദ്യ EMS മന്ത്രിസഭയിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അന്ന് അദ്ദേഹം തൃശ്ശൂരിൽ നിന്നല്ല, മണലൂരിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. തേറമ്പിൽ രാമകൃഷ്ണൻ്റെയും VS സുനിൽകുമാറിൻ്റെയും എല്ലാം മണ്ഡലമാണ് തൃശ്ശൂർ. എല്ലാവരും പ്രഗത്ഭർ തന്നെയാണ്. അങ്ങനെ പ്രഗത്ഭരെ മാത്രം തിരഞ്ഞെടുത്തയച്ച അവിടുത്തെ ഇപ്പോഴത്തെ കാര്യം എടുത്താൽ BJP ചിത്രം തെളിഞ്ഞു. ലീഡർ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ അവിടെ സ്ഥാനാർത്ഥിയാകും എന്നുറപ്പായി. പത്മജ അവിടെ പുതുമുഖമല്ല. പത്മജ 2021 കോൺഗ്രസ് അവിടെ കണ്ണീര് കുടിപ്പിച്ച് വിട്ടതാണ് അവരെ. അതിന് പ്രതികാരമായിട്ടാണ് അവർ കോൺഗ്രസ് വിട്ടതും BJP ചേർന്നതും. ആ ഒരു ഉപകാര സ്മരണയിലാണ് അവർക്ക് തൃശ്ശൂർ തന്നെ നൽകാൻ BJP തീരുമാനിക്കുന്നത്. ലോക്സഭയിൽ സുരേഷ് ഗോപി വിജയിച്ചതാണ് പത്മജയ്ക്ക് പ്രതീക്ഷ നൽകുന്നതെങ്കിലും സുരേഷ് ഗോപിയല്ല പത്മജ എന്നത് പാവത്തിന് അറിയില്ല എന്ന് മാത്രം. എന്തുകൊണ്ടോ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാനുള്ളൊരു മിടുക്കില്ലാത്ത നേതാവാണ് പത്മജ. ആളൊക്കെ കുഴപ്പമൊന്നുമില്ല. കരുണാകരൻ്റെ മകൻ മുരളീധരനെ പോലെ അഹങ്കാരിയല്ല, പാവമാണ്. പക്ഷേ ആ ശരീരഭാഷ പോലും ജനങ്ങൾക്ക് അടുപ്പമല്ല, ഒരുതരം അറപ്പുണ്ടാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അണികളോട് ആത്മാർത്ഥതയുള്ള നേതാവായിരുന്നു കരുണാകരൻ. കരുണാകരൻ്റെ ആ ഒരു ഗുണം കിട്ടിയിരിക്കുന്നത് മുരളീധരനാണ്, പത്മജയ്ക്കല്ല. അണികളോട് ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത നേതാവാണ് പത്മജ. അതുകൊണ്ടാണ് പത്മജ മത്സരത്തിനിറങ്ങുമ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ അല്പം പിന്നോട്ട് വലിയുന്നതും. അത് BJPക്കാർക്ക് ഇപ്പോൾ തന്നെ ഏതാണ്ട് മനസ്സിലായി കാണും, ഇല്ലെങ്കിൽ വഴിയെ മനസ്സിലാവും. അവിടെ പത്മജയെ എതിർക്കാൻ UDF സ്ഥാനാർത്ഥിയായി വരുന്നതാണെങ്കിൽ ആളുകൾക്കൊരടുപ്പം തോന്നുന്ന മുൻ MLA TV ചന്ദ്രമോഹനാണ് എന്നിപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ചന്ദ്രമോഹൻ നല്ല നേതാവാണ്, ആത്മാർത്ഥതയുള്ള നേതാവാണ്. കരുണാകരനെ കാര്യലാഭത്തിന് വേണ്ടി പലരും തള്ളി പറഞ്ഞപ്പോഴും കൂടെ നിന്ന നേതാവാണ്. വിജയസാധ്യതയുള്ള നേതാവാണ്. എന്ന് മാത്രമല്ല, കരുണാകരൻ്റെ സന്തത സഹചാരിയായിരുന്ന ഒരാൾ തന്നെ കരുണാകരൻ്റെ മകൾക്കെതിരെ മത്സരിക്കുന്നു എന്നതും കാലം എഴുതി വച്ച കൗതുകമുള്ളൊരു കാഴ്ചയാണ്. പക്ഷേ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, മുൻ മേയർ രാജൻ പല്ലൻ, ഇവരുടെയൊക്കെ പേരുകളും അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അവരൊക്കെ കാര്യമായി ചരട് വലിക്കുന്നുമുണ്ട്. അത് വേറെ കാര്യം. ഏതായാലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ UDF അവിടെ പാട്ടും പാടി ജയിക്കേണ്ടതാണ്. കാരണം ഈ നിയോജകമണ്ഡലത്തിലെ മൊത്തം വോട്ടുകൾ കൂട്ടുമ്പോൾ UDFന് 49,226 വോട്ട് കിട്ടിയപ്പോൾ LDFന് 39,260 വോട്ടും NDAക്ക് 25,470 വോട്ടുമാണ് കിട്ടിയിട്ടുള്ളത്. അതായത് LDFനേക്കാൾ 10,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFനാണ്. പക്ഷേ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നേതാക്കൾക്കിടയിലെ അധികാരമോഹമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ പാടെ തന്നെ അവിടെ കോൺഗ്രസിൽ കൂട്ടരാജിയായിരുന്നു എന്നോർക്കണം. തൃശ്ശൂർ മുൻ MLA ജോസ് താണിക്കലിൻ്റെ പുത്രനും DCC ജനറൽ സെക്രട്ടറിയും UDFൻ്റെ തൃശ്ശൂർ നിയോജകമണ്ഡലം ചെയർമാനുമൊക്കെ ആയിരുന്ന രവി ജോസ് താണിക്കലാണ് ആദ്യം രാജിവെച്ചത്. തുടർന്ന് കൗൺസിലറായിരുന്ന നിമ്മി റപ്പായി തുടങ്ങി അങ്ങോട്ട് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവരെല്ലാം കൂട്ടരാജിയായിരുന്നു. ഈ പഠനപ്പിണക്കം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുമുണ്ട് എന്നോർക്കണം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിൽ CPIയിലെ P ബാലചന്ദ്രനാണ് ഇവിടെ നിലവിലുള്ള MLA. അദ്ദേഹം നല്ല മനുഷ്യനാണ്, നല്ല MLA ആണ്, അഴിമതിയുടെ കറ പുരളാത്ത നേതാവാണ്, വിജയസാധ്യതയുള്ള നേതാവാണ്.
വെറും 946 വോട്ടുകൾക്കാണ് 2021 തെരഞ്ഞെടുപ്പിൽ പത്മജയെ തോൽപ്പിക്കുന്നത്. അദ്ദേഹം തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകുമോ എന്നൊരു ഉറപ്പുമില്ല. അഥവാ സ്ഥാനാർത്ഥിയായാൽ സുനിൽകുമാറിൻ്റെ കാലുവാരി സുരേഷ് ഗോപിയെ ജയിപ്പിച്ച പോലെ CPMകാർ തിരിച്ച് പത്മജയെ ജയിപ്പിക്കുമോ എന്നും അറിയില്ല. അല്ലെങ്കിൽ ചന്ദ്രമോഹന് വിജയസാധ്യതയുള്ള മണ്ഡലമാണ് അത്. പിന്നെ എല്ലാം അടിയൊഴുക്കുകളും കുതികാൽ വെട്ടുകളും അനുസരിച്ച് മാറി മറിയും. അത് പ്രവചനാതീതമാണ്. ഏതായാലും ഇത്തവണയും പൂരം കലക്കൽ നാടകം അവിടെ നടക്കാനുള്ളൊരു സ്കോപ്പ് ഉണ്ട്. മേടത്തിലെ തൃശ്ശൂർ പൂരം തെരഞ്ഞെടുപ്പിന് മുമ്പേ വരാനാണ് സാധ്യത. അപ്പോൾ ജാഗ്രത.